ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുഹൃദയത്തെക്കുറിച്ചുള്ള നമ്മുടെ വിചിന്തനം നാം തുടരുകയാണ്. നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് തിരുഹൃദയ ഭക്തർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു 12 അനുഗ്രഹങ്ങളെക്കുറിച്ച് വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കിലൂടെ നമുക്ക് കാണാൻ പറ്റും. 11ാം ശതാബ്ദം മുതൽ പ്രചരിപ്പിക്കപ്പെട്ടിരുന്ന ഒന്നാണ് തിരുഹൃദയ ഭക്തി. നമ്മൾ കാണുന്നുണ്ട്, മാർഗരറ്റ് മേരി അലക്കോക്ക് തിരുഹൃദയ ഭക്തയായിരുന്നു. അതുപോലെ തന്നെ വിശുദ്ധ ജത്രൂദ് ഈ ഭക്തിയിൽ വ്യാപരിച്ച ഒരു വ്യക്തിയാണ്. മാർഗരറ്റ് മേരി അലക്കോക്കിൻ്റെ സഭാംഗമായിരുന്ന ഒരു വ്യക്തിയാണ് വന്യയായ ആൻ മെഡലീൻ. അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ഈ ഭക്തി പ്രചരിപ്പിക്കാൻ അക്ഷീണം അധ്വാനിച്ച ഒരു വ്യക്തിയാണ് ഈ വന്യയായ ആൻ. ഈശോയുടെ തിരുഹൃദയം വിശുദ്ധ മാർഗരറ്റ് വഴി വാഗ്ദാനം ചെയ്ത അനുഗ്രഹങ്ങളുണ്ട്, പ്രത്യേകിച്ച് 12 വാഗ്ദാനങ്ങൾ. അവ നമ്മൾ മനസ്സിലാക്കി തിരുഹൃദയ ഭക്തരായി മാറുന്നത് നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിന് കാരണമാകും. ഒന്നാമത്തെ കാര്യം, അവരുടെ ജീവിതത്തിന് ആവശ്യമായ അനുഗ്രഹങ്ങൾ ഞാൻ നൽകും. ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. നീ അൽമായനോ ഒരു വൈദികനോ കന്യാസ്ത്രീയോ ആരുമാകട്ടെ, ജീവിതാന്തസ്സിന് അനുസരിച്ച് ഒരു യോഗ്യമായൊരു ജീവിതം നയിക്കാനുള്ള അനുഗ്രഹം ദൈവം നൽകും. രണ്ടാമത്തെ കാര്യമാണ്, അവരുടെ കുടുംബങ്ങളിൽ ഞാൻ സമാധാനം പാലിക്കും. യോഹന്നാൻ 14:27 നമ്മൾ വായിക്കുന്നുണ്ട്, ഈ സമാധാനം, ദൈവം തരുന്ന സമാധാനം ലോകത്തിന് തരാൻ പറ്റില്ല. തിരുഹൃദയ ഭക്തർ ഈ സമാധാനം അവരുടെ കുടുംബത്തിൽ അനുഭവിക്കും. മൂന്നാമത്തെ കാര്യമാണ്, അവരുടെ ക്ലേശങ്ങളിൽ ഞാൻ അവരെ ആശ്വസിപ്പിക്കും. യെശയ്യാ 30:20-21 വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും വന്നാലും നിന്റെ ഗുരുനാഥൻ നിന്റെ കൂടെ ഇരുന്ന് നിനക്ക് ആശ്വാസം പകരും. ഇത് തിരുഹൃദയ ഭക്തർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ്. നാലാമത്തേതാണ്, അവരുടെ മരണനേരത്ത് ദൃഢമായ അഭയമായിരിക്കും ഞാൻ. ദൈവം നമുക്ക് അഭയം നൽകും. മരണസമയത്ത് നമുക്ക് വളരെ ആവശ്യമായൊരു കാര്യമാണ് ഈ ഒരു ദൈവിക സംരക്ഷണം. അത് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നതാണ്. പ്രഭാഷകൻ 11:28 പറഞ്ഞിട്ടുണ്ട്, നിന്റെ മരണം എങ്ങനെയോ അങ്ങനെയായിരിക്കും നിന്റെ മരണാനന്തര ജീവിതം. നീ യഥാർത്ഥത്തിൽ ഭാഗ്യപ്പെട്ട വ്യക്തിയായി മാറുന്നത് മരണസമയത്ത് ദൈവത്തോട് ചേർന്ന് ആ ഭാഗ്യമരണം വരിക്കുന്നതിലൂടെയാണ്. അഞ്ചാമത്തെ കാര്യമാണ്, അവരുടെ എല്ലാ പരിശ്രമങ്ങളും അനുഗ്രഹിക്കപ്പെടും. അതിന് ദൈവം വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, നിന്റെ പ്രയത്നം കർത്താവിന് അർപ്പിച്ചാൽ നിന്റെ പദ്ധതി ഫലമണിയും. സുഭാഷിതങ്ങൾ 16:3 വചനം. ആറാമത്തെ കാര്യമാണ്, പാപികൾ എൻ്റെ ഹൃദയത്തിൻ്റെ അതിരറ്റ കരുണ ദർശിക്കും. നാം ഹൃദയഭക്തരാണെങ്കിൽ നമ്മുടെ മാനസാന്തരം, അതുപോലെ തന്നെ കഠിന പാപികളുടെ പോലും മാനസാന്തരം സാധ്യമാകും എന്നുള്ളത് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുക. ഏഴാമത്തെ കാര്യം, മന്ദഭക്തർ തീഷ്ണതയുള്ളവരാകും. നമ്മളോ നമ്മുടെ കുടുംബത്തിലുള്ളവരാണെങ്കിൽ പോലും മന്ദഭക്തരാണെങ്കിൽ തിരുഹൃദയ ഭക്തരായി മാറുമ്പോൾ നമുക്ക് തീഷ്ണതയുള്ളവരായി മാറാൻ പറ്റും. എട്ടാമത്തെ കാര്യം, തീക്ഷ്ണതയുടെ ആത്മാക്കൾ അതിവേഗം പൂർണ്ണത പ്രാപിക്കും. എന്ന് പറഞ്ഞാൽ നമുക്ക് ആത്മീയമായിട്ടുള്ളൊരു തീഷ്ണത, ഒരു ജ്വലനമുണ്ടെങ്കിൽ പരിപൂർണത പ്രാപിക്കാൻ അത് എത്രയും വേഗം സംഭവിക്കാൻ ദൈവം ഇടവരുത്തും. ഒൻപതാമത്തെ കാര്യമാണ്, തിരുഹൃദയം വണങ്ങുന്നവർക്കും വീട്ടിൽ ആ ചിത്രം വയ്ക്കുന്നവർക്കും പ്രത്യേകം ദൈവം ആശീർവാദം നൽകും. പത്താമത്തെ കാര്യം, കഠിന ഹൃദയങ്ങളെ സ്പർശിക്കാൻ ശക്തി പുരോഹിതർക്ക് ഞാൻ നൽകും. വൈദികർ പ്രാർത്ഥിക്കുമ്പോൾ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒരു അനുഗ്രഹം ഉണ്ടാകും. കഠിന പാപികളെ പോലും അവർക്ക് സ്പർശിക്കാനുള്ള ഒരു പ്രത്യേക അനുഗ്രഹം ദൈവത്തിൽ നിന്ന് കൈവരും. 11ാമത്തെ കാര്യമാണ്, ഈ ഭക്തി പ്രചരിപ്പിക്കുന്നവരുടെ പേരുകൾ എൻ്റെ ഹൃദയത്തിൽ എഴുതപ്പെടും, അവ ഒരിക്കലും മായ്ക്കപ്പെടുകയില്ല. അവസാനത്തേത് 12ാമത്തേതാണ്, 9 മാസാദ്യ വെള്ളിയാഴ്ചകളിൽ തിരുഹൃദയ സ്തുതിക്കായി മുടങ്ങാതെ കുർബാന സ്വീകരിക്കുകയും മറ്റു കൂദാശകൾ സ്വീകരിക്കുകയും ചെയ്യുന്നവർ, അവര്
നല്ല മരണം പ്രാപിക്കും. കൂദാശകൾ സ്വീകരിക്കാതെ അവർ മരിക്കില്ല എന്നുള്ള വാഗ്ദാനം ദൈവം നൽകിയിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഇക്കാര്യങ്ങൾ ബോധ്യപ്പെട്ടുകൊണ്ട് തിരുഹൃദയ ഭക്തരായി മാറുവാൻ നമുക്ക് സാധിക്കട്ടെ. അതിനായിട്ട് നമ്മൾ തിരുഹൃദയ പ്രതിഷ്ഠ നടത്താൻ പോവുകയാണ്. നമ്മളൊരു കോമൺ നിയോഗമായിട്ട് വയ്ക്കുന്നത് എല്ലാ ദൈവമക്കളും ഭാഗ്യമരണവും സ്വർഗ സൗഭാഗ്യവും ആഗ്രഹിക്കുന്നവരായി മാറാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഏറ്റവും പരിശുദ്ധമായ ഈശോയുടെ തിരുഹൃദയമേ, എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടമായ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും അങ്ങയുടെ തിരുഹൃദയത്തിൽ ഞങ്ങളെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ പാപങ്ങൾ മൂലം കുത്തിത്തുറക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങൾ ചെയ്തു പോയ എല്ലാ പാപങ്ങളെയും ഓർത്ത് ഞങ്ങൾ പശ്ചാത്തപിച്ച് ഞങ്ങളുടെ എളിയ ഹൃദയത്തെ അങ്ങേക്ക് കാഴ്ചവെക്കുന്നു. നല്ല ഈശോയെ, അങ്ങേക്ക് വേണ്ടി ജീവിക്കാനും അങ്ങേപ്പോലെ എളിമയും ക്ഷമയും അനുസരണവും ഉള്ളവരാകാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. തിരുഹൃദയ ഭക്തർക്ക് അങ്ങ് വാഗ്ദാനം ചെയ്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഈശോയുടെ മധുരമുള്ള തിരുഹൃദയമേ, ഞങ്ങളുടെ ഹൃദയം അങ്ങയുടെ ഹൃദയം പോലെ ആക്കണമേ. ആമേൻ. ഏതാനും നിമിഷങ്ങൾ നിശബ്ദതയിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് താഴ്ന്ന സ്ഥലത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തെയും ലോകം മുഴുവനെയും അവിടുന്ന് സമർത്ഥമായി അനുഗ്രഹിക്കണമേ. അവിടുത്തെ തിരുഹൃദയത്തിൽ ഞങ്ങളെ സംരക്ഷിക്കുവാൻ അങ്ങ് തിരുവുള്ളമാകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.